തൃശൂർ DCC ഓഫീസിലെ കൂട്ടത്തല്ല്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. തനിക്കെതിരെ മാത്രം നടപടിയെടുക്കരുതെന്ന് ജോസ് വള്ളൂർ. DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. തന്നെ മർദ്ദിച്ചവർക്കെതിരെ AICC നേതൃത്വത്തിന് പരാതി നൽകുമെന്ന് DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറ. തോൽവിയുടെ പേരിൽ സംഘർഷമുണ്ടാക്കരുതെന്ന് K മുരളീധരൻ. ലഹരി വസ്തുക്കൾക്കെതിരെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. സംസ്ഥാനത്ത് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം വെല്ലുവിളി ഉയർത്തുന്നുവെന്നും മന്ത്രി. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് നിലവിൽ വരും. 52 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം പൂർത്തിയാക്കുക ജൂലൈ 31 അർദ്ധരാത്രി. ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രിക മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട കാർ നിന്നത് വൈദ്യുതി തൂണിലിടിച്ച്. മരത്താക്കര മണ്ണാവ് സ്വകാര്യ വ്യക്തിയുടെ പാടം ആശുപത്രി മാലിന്യം ഉപയോഗിച്ച് നികത്താനുള്ള ശ്രമം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. പാടം നികത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. വാർത്തകൾ വിശദമായി. തൃശൂർ DCC ഓഫീസിലെ കയ്യാങ്കളിയിൽ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ പരാതിയിലാണ് കേസ്. അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞുവെച്ച് മർദ്ദിച്ചതിനാണ് കേസെടുത്തത്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. DCC പ്രസിഡന്റിന്റെ പരാതിയിൽ സജീവൻ കുരിയച്ചിറയ്ക്കെതിരെയും പോലീസ് കേസെടുത്തു. അതേസമയം കൂട്ടത്തല്ലിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. കൂട്ടത്തല്ലിന്റെ CCTV ദൃശ്യങ്ങളുമായാണ് ജോസ് വള്ളൂർ ദില്ലിയിലെത്തിയത്. ഏകപക്ഷീയമായി തനിക്കെതിരെ മാത്രം നടപടിയെടുക്കരുതെന്ന് ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു. അതിനിടെ DCC ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറയും അനുയായികളും മദ്യപിച്ചെത്തി അക്രമം നടത്തുകയായിരുന്നുവെന്ന് സംഘടനാ ചുമതലയുള്ള DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. K മുരളീധരന്റെ തോൽവിയെ തുടർന്ന് നേതാക്കൾക്കെതിരെയുള്ള പ്രതിഷേധം തുടരുന്നു. DCC ഓഫീസിലെ കൂട്ടയടിക്ക് പിന്നാലെ നഗരത്തിൽ ഇന്നും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. MP വിൻസെന്റിനെതിരെയും അനിൽ അക്കരയ്ക്കെതിരെയുമാണ് തൃശൂർ പ്രസ് ക്ലബിന് മുന്നിൽ പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. തുടർച്ചയായി 4ാം ദിവസമാണ് തൃശൂരിൽ K മുരളീധരന്റെ തോൽവിയെ തുടർന്ന് പോസ്റ്റർ പതിക്കുന്നത്. MP വിൻസെന്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുക, അനിൽ അക്കരയെ വിളിക്കൂ, കോൺഗ്രസിനെ ഒറ്റിക്കൊടുക്കൂ എന്ന വാചകങ്ങളാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. തോൽവിയുടെ പേരിൽ സംഘർഷമുണ്ടാക്കരുതെന്ന് K മുരളീധരൻ. അടിയും പോസ്റ്റർ യുദ്ധവും നല്ലതല്ല. കോൺഗ്രസിന്റെ മുഖം വികൃതമാകാതെ നോക്കണമെന്നും മുരളീധരൻ. തൃശൂർ DCC ഓഫീസിൽ വെച്ച് തന്നെ മർദ്ദിച്ചവർക്കെതിരെ AICC നേതൃത്വത്തിന് പരാതി നൽകുമെന്ന് DCC സെക്രട്ടറി സജീവൻ കുരിയച്ചിറ പറഞ്ഞു. മർദ്ദനമേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സജീവൻ കുരിയച്ചിറ TCVയോട് സംസാരിക്കുകയായിരുന്നു. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തിൽ നടപടി വേണമെന്നും പാർട്ടി നേതൃത്വം നടപടിയെടുക്കുമെന്നാണ് പൂർണ്ണ വിശ്വാസമെന്നും സജീവൻ കുരിയച്ചിറ പറഞ്ഞു. പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ആ നടപടികളായിട്ട് മുന്നോട്ട് പോകും. പിന്നെ പാർട്ടിക്ക് ഇന്ന് AICC പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ KC വേണുഗോപാലിനും KPC പ്രസിഡന്റിനും ഇന്ന് പരാതി അയക്കുന്നുണ്ട്. ഉചിതമായ നടപടി പാർട്ടി എടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് പാർട്ടിയിൽ 100% വിശ്വാസമാണ്. പാർട്ടി നേതാക്കൾ അത് സത്യാവസ്ഥ മനസ്സിലാക്കി ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലഹരി വസ്തുക്കൾക്കെതിരെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. എക്സൈസ് വകുപ്പിൽ വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച 135 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 9 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിന്തറ്റിക് ഡ്രഗ്സ് ഉയർത്തുന്ന വെല്ലുവിളികളെ കാര്യക്ഷമമായി നേരിടും. കേരളത്തിന് പുറത്തുനിന്നെത്തുന്ന ലഹരി വസ്തുക്കളുടെ ഉറവിടം കണ്ടെത്തുന്നതിൽ പരിമിതികൾക്കുള്ളിലും മികച്ച പ്രവർത്തനമാണ് വകുപ്പ് നടത്തുന്നത്. മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ പൊതുജനങ്ങളുടെ പിന്തുണയും സഹകരണവും അനിവാര്യമാണ്. സംസ്ഥാന, ജില്ലാ, താലൂക്ക്, വാർഡ്, സ്കൂൾ തലങ്ങളിൽ സമിതി രൂപീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. വിദ്യാലയങ്ങൾക്ക് സമീപമുള്ള കടകളിൽ ലഹരി വസ്തുക്കൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള കർശന പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ എക്സൈസ് അക്കാദമി ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, അഡീഷണൽ എക്സൈസ് കമ്മീഷണർ PM പ്രദീപ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ R ഗോപകുമാർ എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൌൺസിലർ സാറാമ
റോബ്സൺ, റേഞ്ച് ഡിഐജി അജിത ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രസ്ഥാനത്തിന് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത് അത് ആ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ എക്സൈസ് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചെയർമാനായിട്ടുള്ള ഒരു സമിതി സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും വാർഡ് തലത്തിലും വിദ്യാലയ തലത്തിലും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തലങ്ങളിലും ജനങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇതിനെ തടയാനുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സ്യക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖലയ്ക്ക് കൂടുതൽ ദുരിതം നൽകിക്കൊണ്ട് വീണ്ടും വർഷകാല ട്രോളിംഗ് നിരോധനം വരുന്നു. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം ജൂൺ 9 അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ട്രോളിംഗ് നിരോധന കാലയളവ് മത്സ്യബന്ധന തൊഴിൽ മേഖലയെ നേരിട്ടും അനുബന്ധ മേഖലകളെ പരോക്ഷമായും ബാധിക്കും. തീരദേശത്തെ പ്രധാന തൊഴിൽ രംഗമാണ് മത്സ്യ സംസ്കരണം ഉൾപ്പെടെയുള്ള വ്യവസായങ്ങൾ. ഐസ് പ്ലാന്റുകളിലെ തൊഴിലാളികൾ, കയറ്റിറക്ക് തൊഴിലാളികൾ, ഇടനിലക്കാർ, വിതരണക്കാർ, സംസ്കരണ കേന്ദ്രങ്ങളിലെ തൊഴിലാളികൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ളവരെ ട്രോളിംഗ് നിരോധനം പ്രതികൂലമായി ബാധിക്കും. ഓഖി മുതൽ മത്സ്യബന്ധന മേഖലയിൽ അനുഭവപ്പെട്ടു തുടങ്ങിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി മത്സ്യക്ഷാമം രൂക്ഷമായിരുന്നു. വേനൽ കടുത്ത സാഹചര്യത്തിൽ പല ദിവസങ്ങളിലും യാനങ്ങൾ കടലിൽ ഇറങ്ങിയിരുന്നില്ല. തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞതോടെ തൊഴിലാളികൾ പ്രതിസന്ധിയിലാണ്. അതിനിടെയാണ് ട്രോളിംഗ് നിരോധനം കടന്നുവരുന്നത്. ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രിക മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. തൃത്താല സ്വദേശി മേഴത്തൂർ തുമ്പപ്പറമ്പിൽ മണികണ്ഠൻ ഭാര്യ 52 വയസ്സുള്ള രാധയാണ് മരിച്ചത്. മേഴത്തൂർ കോടനാട് കാക്കശ്ശേരി വീട്ടിൽ ശിവൻ ഭാര്യ വസന്തയ്ക്കാണ് പരിക്കേറ്റത്. റോഡരികിൽ കൂടി നടന്നു പോവുകയായിരുന്ന ഇരുവരെയും നിയന്ത്രണം തെറ്റിവന്ന കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. തിരുവനന്തപുരം സ്വദേശികളായ 2 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിൽപ്പെട്ട കാർ റോഡരികിലെ വൈദ്യുതി തൂണിലിടിച്ചാണ് നിന്നത്. വീടുകളിലെത്തി തൈലവും മറ്റ് വീട്ടുപയോഗ സാധനങ്ങളും വിൽപ്പന നടത്തുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മരത്താക്കര മണ്ണാവ് സ്വകാര്യ വ്യക്തിയുടെ പാടം ആശുപത്രിയിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഉപയോഗിച്ച് നികത്താനുള്ള ശ്രമം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് 2 ലോറികളിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നത്. സംഭവമറിഞ്ഞ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പുത്തൂർ പഞ്ചായത്ത് മെമ്പർ PS സജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് മാലിന്യ നിക്ഷേപം തടഞ്ഞത്. സ്ഥലത്തെത്തിയ പോലീസ് മാലിന്യം കൊണ്ടുവന്ന 2 ലോറികളും മണ്ണുമാന്തി യന്ത്രവും കസ്റ്റഡിയിലെടുത്തു. മാലിന്യം നിക്ഷേപിച്ച സ്ഥലം റവന്യൂ മന്ത്രി K രാജൻ സന്ദർശിച്ചു. പാടത്ത് നിക്ഷേപിച്ച മാലിന്യം പ്രദേശത്തെ തോടുവഴി മണലിപ്പുഴയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ADM മുരളി, KK രാമചന്ദ്രൻ MLA, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. 3ാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞായറാഴ്ച രാത്രി 7:15 നടക്കും. സുരേഷ് ഗോപി ക്യാബിനറ്റ് പദവിയോടെ കേന്ദ്രമന്ത്രിയാകും. 8000-ലേറെ ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ഭാഗമായി പഞ്ചായത്ത് ബൂത്ത് തലങ്ങൾ കേന്ദ്രീകരിച്ച് BJPയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധ പരിപാടികൾ നടക്കും. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ SIയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പോലീസ് അക്കാദമിയിലെ ട്രെയിനറായ SIയും മാടായിക്കോണം സ്വദേശിയുമായ 36 വയസ്സുള്ള ജിമ്മി ജോർജാണ് മരിച്ചത്. അക്കാദമിയിലെ ക്വാർട്ടേഴ്സ് മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിയ്യൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സ്പോർട്സ് കോട്ടയിൽ നിയമനം നേടിയ ജിമ്മി കേരള പോലീസ് ഫുട്ബോൾ ടീമിലെ താരം കൂടിയാണ്. മണ്ണുത്തി ദേശീയപാതയിൽ മുടിക്കോട് സെന്ററിൽ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കാരം പ്രാബല്യത്തിൽ. പാലക്കാട്ടേക്ക് പോകുന്ന ദേശീയപാത അടച്ച് ഗതാഗതം ഇതേ ദിശയിലെ സർവീസ് റോഡിലൂടെ ആരംഭിച്ചു. 200 മീറ്ററോളം സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ച ശേഷം വീണ്ടും ദേശീയപാതയിലേക്ക് കയറുന്ന രീതിയിലാണ് പരിഷ്കാരം. അടുത്ത ആഴ്ച പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ സമാനമായ രീതിയിൽ ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കും. ഇതിനുശേഷമായിരിക്കും അടിപ്പാത നിർമ്മാണം ആരംഭിക്കുക. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ മാലിന്യ നിക്ഷേപം രൂക്ഷമാകുന്നു. മാലിന്യങ്ങൾ നിറഞ്ഞതുമൂലം റോഡിൽ വെള്ളക്കെട്ടും പതിവായി. കാട്ടൂർ റോഡിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് തിരിയുന്ന ഭാഗം മുതൽ ഇരുവശങ്ങളിലുള്ള സ്വകാര്യ വ്യക്തികളുടെ ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. റോഡ് നിർമ്മിച്ച് 10 വർഷം പിന്നിട്ടിട്ടും ഇരുവശവും ശാസ്ത്രീയമായ രീതിയിൽ കാന നിർമ്മിക്കാത്തതിനാൽ മഴക്കാലത്ത് ഈ മേഖലയിൽ വെള്ളക്കെട്ടും പതിവാണ്. റോഡിന്റെ ഇരുവശത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകാൻ
കാനകൾ ഇല്ലാത്തതിനാൽ കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയ അവസ്ഥയാണ്. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വന്നടിഞ്ഞ് വെള്ളം കറുത്ത നിറമായി മാറി. നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാതി പിന്നിട്ടിട്ടും ഈ മേഖലയിൽ ശുചീകരണം നടന്നിട്ടില്ല. നാളുകളായി തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികൾ നികത്താൻ 1 വർഷം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇതും തകർന്ന സ്ഥിതിയാണ്. ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധ സമരങ്ങൾ നടന്നെങ്കിലും യാതൊരു നടപടിയുണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. MBBSന് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ സീറ്റ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ 85 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തൃശൂർ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ചെന്നൈ സ്വദേശി പോൾ ഗ്ലാഡ്സനാണ് അറസ്റ്റിലായത്. ബിഷപ്പ് എന്ന് പരിചയപ്പെടുത്തിയാണ് തൃശൂർ പടിഞ്ഞാറേക്കോട്ട സ്വദേശിയിൽ നിന്നും പണം തട്ടിയത്. കേസിലെ 6 പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗ്യാൻട്രി കോൺക്രീറ്റിംഗിനായി അടച്ച ദേശീയപാത കുതിരാൻ തുരങ്കം ഈ മാസം തുറന്നുകൊടുക്കും. കുതിരാൻ ഇരട്ട തുരങ്കത്തിലെ പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള തുരങ്കത്തിന് ഗ്യാൻട്രി കോൺക്രീറ്റിംഗിനായി മാസങ്ങൾക്ക് മുൻപ് അടച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പണികൾ പൂർത്തിയായത്. തുരങ്കത്തിനുള്ളിൽ വൈദ്യുതീകരണത്തിന്റെയും വെന്റിലേഷൻ, അഗ്നിസുരക്ഷാ സംവിധാനങ്ങളുടെയും യന്ത്രവൽകൃത തീ അണയ്ക്കൽ സംവിധാനത്തിന്റെയും അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും കരാർ കമ്പനി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെടുത്തി ക്രൈസ്തവ സഭയെയും ക്രിസ്തീയതയെയും നവമാധ്യമങ്ങൾ വഴി അവഹേളിച്ച നടപടി അതീവ വേദനാജനകവും പ്രതിഷേധാർഹവുമാണെന്ന് തൃശൂർ അതിരൂപത പാസ്റ്റർ കൌൺസിൽ യോഗം പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടി. യേശുക്രിസ്തുവിന്റെ ചിത്രവും രാഷ്ട്രീയ നേതാവിന്റെ ചിത്രവും മോർഫ് ചെയ്ത് പരിഹാസമായി ചിത്രീകരിച്ചതിൽ പാസ്റ്റർ കൌൺസിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. പാസ്റ്റർ കൌൺസിലിൽ നടന്ന യോഗം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 10 തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന്റെ സിഗ്നേച്ചർ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ആർച്ച് ബിഷപ്പ് നിർവഹിച്ചു. ചേലക്കര ബസ് സ്റ്റാൻഡിലെത്തുന്നവരെ കാത്തുനിൽക്കുന്നത് പകർച്ചവ്യാധികൾ അടക്കമുള്ള അസുഖങ്ങൾ. ബസ് സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടത്താതെ അധികൃതർ. ചേലക്കരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്ഥലത്താണ് മാലിന്യങ്ങൾ വ്യാപകമായി കെട്ടിക്കിടക്കുന്നത്. മഴ പെയ്തതോടുകൂടി മാലിന്യം കിടക്കുന്ന സ്ഥലത്ത് വെള്ളം കയറിയ നിലയിലുമാണ്. ദിനംപ്രതി സ്കൂൾ വിദ്യാർത്ഥികളടക്കം ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് ദുരിതമായി തീർന്നിരിക്കുകയാണ് മാലിന്യ കൂമ്പാരങ്ങൾ. ലോക പരിസ്ഥിതി ദിനത്തിലെങ്കിലും മാലിന്യം നീക്കം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല. പകർച്ചവ്യാധി രോഗങ്ങൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള മഴക്കാലത്ത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ ഉടനടി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ചേലക്കര. വരന്തരപ്പിള്ളി തോട്ടുമുഖം കുടിവെള്ള പദ്ധതിക്ക് സമീപത്തുള്ള കുറുമാലി പുഴയോരത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നു. പുഴയോരത്ത് കാടുമൂടിക്കിടക്കുന്ന ഭാഗത്താണ് ചാക്കുകളിലാക്കി മാംസാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളിയിരിക്കുന്നത്. മഴ കനത്തതോടെ മാലിന്യമെല്ലാം പുഴയിലേക്കാണ് എത്തുന്നത്. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ പുഴയോരം മാലിന്യം തള്ളാനുള്ള ഇടമായി മാറിയിരിക്കുകയാണ്. 4 പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പമ്പ് ഹൌസിന് സമീപമാണ് മാലിന്യ കൂമ്പാരം. പുഴയോരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ ആവശ്യപ്പെട്ടു. പുറനാട്ടുകരയിൽ മരം കടപുഴകി വീണ് വീട് തകർന്ന വയോധികയുടെ തലയ്ക്ക് പരിക്ക്. പുറനാട്ടുകര വിളക്കുംകാലിൽ പടിഞ്ഞാറേ പുരയ്ക്കൽ പ്രകാശന്റെ വീടിന് മുകളിലേക്കാണ് തൊട്ടടുത്ത് നിന്നിരുന്ന പൂളമരം കടപുഴകി വീണത്. വീടിനുള്ളിൽ പ്രകാശന്റെ ഭാര്യ പ്രമീളയും ഭാര്യ മാതാവ് അമ്മിണിയുമാണ് ഉണ്ടായിരുന്നത്. മരം വീണ് മേൽക്കൂര തകർന്നു. വീടിനകത്തുണ്ടായിരുന്ന അമ്മിണിയുടെ തലയ്ക്ക് പരിക്കേറ്റു. പരിക്കേറ്റ അമ്മിണിയെ വാർഡ് മെമ്പർ ബിജീഷും നാട്ടുകാരും ചേർന്ന് അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രളയധനസഹായം ആളുമാറി നൽകിയത് മന്ത്രി ഇടപെട്ട് പരിഹരിച്ചു. 2019 പ്രളയത്തിൽ വീടിന് പൂർണ്ണമായും നാശനഷ്ടം സംഭവിച്ച പീച്ചി സ്വദേശി കോട്ടമ്മലിൽ തങ്കയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന ധനസഹായം മറ്റൊരാളുടെ അക്കൌണ്ടിലേക്ക് നൽകിയതുമൂലം ദുരിതത്തിലായ തങ്കയ്ക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് 95,100 രൂപ ലഭ്യമാക്കിയിരുന്നു. സർക്കാർ നിശ്ചയിച്ച 4 ലക്ഷം രൂപയിൽ ലഭിച്ച 95,100 രൂപ കഴിച്ചുള്ള 3,04,900 രൂപ അടുത്ത പ്രവൃത്തി ദിവസം തങ്കയുടെ ബാങ്ക് അക്കൌണ്ടിൽ എത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. തങ്കയുടെ താൽക്കാലിക താമസ സ്ഥലത്തെത്തി ഉത്തരവ് കൈമാറി. ADM ടി മുരളി, റവന്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു.
ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി പീച്ചി വന്യജീവി ഡിവിഷണൽ നാസിക നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ പാലക്കാട് വൈൽഡ് ലൈഫ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പി മുഹമ്മദ് ഷബാബ് ഉദ്ഘാടനം ചെയ്തു. പീച്ചി വൈൽഡ് ലൈഫ് വാർഡൻ പി എം പ്രഭു അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം രമ്യ നമ്പീശൻ, തിരക്കഥാകൃത്ത് ഷബ്ന മുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചലച്ചിത്ര നിരൂപകൻ ഐ ഷൺമുഖദാസ് മുഖ്യപ്രഭാഷണം നടത്തി. വൈൽഡ് ലൈഫ് ഫിലിം മേക്കർ സുരേഷ് ഇളമൺ, തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി DCFB സജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 22ഓളം ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളുമാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് എടത്തിരുത്തി പഞ്ചായത്തിലുണ്ടായ വെള്ളക്കെട്ടിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചെന്ത്രാപ്പിന്നിയിലെ NH നിർമ്മാണ കമ്പനി ഓഫീസിൽ സമരം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. വെള്ളം ഒഴുകിപ്പോയിരുന്ന പല തോടുകളും നികത്തുകയും പകരം നിർമ്മിച്ച കാനകൾക്ക് വീതി കുറയുകയും ചെയ്തതോടെ പ്രദേശത്ത് വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ മാസം കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മഴയ്ക്ക് മുമ്പ് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കരാർ കമ്പനി ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെയും പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരം നടത്തിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു പറഞ്ഞു. ഡ്രൈനേജ് പണിയുന്നതിനായി JCB ഉപയോഗിച്ച് കുഴിയെടുക്കുമ്പോൾ പൈപ്പ് പൊട്ടിയതുമൂലം 3 വാർഡുകളിലേക്ക് കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ഇതിനുള്ള പരിഹാരവും ഇതുവരെയായില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. മുഴുവൻ നിലങ്ങളായി കിടന്നിരുന്ന പ്രദേശങ്ങളാണ്. അത് നികത്തി റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി മറുവശത്തുള്ള വെള്ളത്തേക്ക് ഇതിൻ്റെ എതിർവശത്തേക്ക് കടത്തുന്നതിന് കഴിയാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ട്. മതിയായ സൗകര്യങ്ങൾ ഒരുക്കാത്തതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വെള്ളക്കെട്ട് അതിരൂക്ഷമാണ് ഈ 4 വാർഡ് പ്രദേശങ്ങൾ. നിലവിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിനും ഭൂശാസ്ത്രപരമായി പറയുക. കമ്പനി ജനറൽ മാനേജറുമായി നടന്ന ചർച്ചയിൽ ഉടൻ പരിഹാരമുണ്ടാക്കുമെന്ന ധാരണയിൽ സമരം അവസാനിപ്പിച്ചു. തൃശൂർ ജില്ലയിൽ SSLC +2 VHSC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പ്രതിഭാസംഗമം ആദരണ പരിപാടി റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ, KS ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ, തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഈസ്റ്റ് വിദ്യാഭ്യാസ ഉപജില്ലയിൽ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയും ആദരിച്ചു. ജില്ലയിൽ SSLCയിൽ 6384 വിദ്യാർത്ഥികളും VHSCയിൽ 38 വിദ്യാർത്ഥികളും ഹയർ സെക്കൻഡറിയിൽ 3936 വിദ്യാർത്ഥികളുമാണ് എല്ലാ വിഷയത്തിലും A+ നേടിയിട്ടുള്ളത്. പുരസ്കാര സമർപ്പണം കൃഷ്ണപ്രിയ പറഞ്ഞു. അതിലും എല്ലാത്തിലും A+ നേടി ഇത്തവണ SSLC പരീക്ഷയ്ക്ക് പാസ്സാവാനായി. നമ്മുടെ കുട്ടികൾ കേവലം പഠനത്തിൻ്റെ 4 ചുവരുകൾക്കകത്തു മാത്രം ഒറ്റപ്പെടാതെ വിശാലമായ തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് റോഡരികിൽ മരം കടപുഴകി വീണതിനെ തുടർന്നുണ്ടായ വലിയ കുഴി അപകട ഭീഷണിയായി. 2 ആഴ്ച മുമ്പാണ് മരം വീണത്. റോഡിനോട് ചേർന്ന് 5 അടിയിലധികം താഴ്ചയിൽ വലിയ കുഴിയാണ് ഇവിടെയുള്ളത്. പൊതുമരാമത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും മരം നീക്കുന്നതിനോ റോഡിനോട് ചേർന്നുള്ള അപകടക്കുഴി മൂടുന്നതിനോ തയ്യാറായില്ലെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലെ കുഴി മൂടാത്തത് അപകടങ്ങൾക്കിടയാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇനി വാണിജ്യം. ട്രഡീഷണൽ കോബുഷി ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷന്റെ 24ാമത് ഗ്രേഡിംഗ് ടെസ്റ്റും അവാർഡ് വിതരണവും കോടന്നൂർ JB ടവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബാസസ്കാം അക്കാദമിയിൽ നടന്നു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഗ്രേഡിംഗ് ടെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഹാൻഷി ഡോക്ടർ K നകുലനാഥൻ അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പാർലം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് P പോൾ ആദരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക സീനിയർ ടീച്ചർ സെമിനാർ സർട്ടിഫിക്കറ്റുകളും ഹാൻഷി ഡോക്ടർ K നകുലനാഥൻ ബ്ലാക്ക് ബെൽറ്റുകളും വിതരണം ചെയ്തു.
ബാസസ്കാം അക്കാദമി ഇൻസ്ട്രക്ടർ ക്യോഷി ടി.ഡി. ദേവസിയുടെ നേതൃത്വത്തിൽ നടന്ന ഗ്രേഡിംഗ് ടെസ്റ്റിൽ 100-ൽ പരം കുട്ടികൾ പങ്കെടുത്തു. കത്ത കുമിത്തെ മത്സരങ്ങളിലും നിരവധി കരാത്തെ വിദ്യാർത്ഥികൾ വിജയം നേടി. ബാസസ്കാം അക്കാദമിയിൽ പരിശീലിക്കുന്ന നിരവധി കരാത്തെ വിദ്യാർത്ഥികൾ കളർ ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ് 4th ഡാൻ വരെയുള്ള ഗ്രേഡുകൾക്ക് അർഹത നേടി. ഗ്രേഡിംഗിന് മുന്നോടിയായി ജൂൺ 1-ാം തീയതി ബാസസ്കാം അക്കാദമിയിൽ വെച്ച് റഫറി സെമിനാർ നടന്നിരുന്നു. പാർലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജുബി മാത്യു, പി.കെ. ലിജീവ്, ബ്രോഡ്വേ ഇന്റർനാഷണൽ സ്കൂൾ അധ്യാപിക ദിബി സദാശിവൻ എന്നിവർ സംസാരിച്ചു. ട്രഡീഷണൽ കോബുഷി ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷന്റെ 24ാമത് ഗ്രേഡിംഗ് ടെസ്റ്റിന് അസോസിയേഷൻ സെക്രട്ടറി ഇ.വി. ജോജു, പ്രസിഡന്റ് ടി.ഡി. ദേവസി, ട്രഷറർ വർഗീസ് ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ഡിസിസി ഓഫീസിലെ കൂട്ടത്തല്ല്. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി. തനിക്കെതിരെ മാത്രം നടപടിയെടുക്കരുതെന്ന് ജോസ് വള്ളൂർ. ഡിസിസി അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. തന്നെ മർദ്ദിച്ചവർക്കെതിരെ എഐസിസി നേതൃത്വത്തിന് പരാതി നൽകുമെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി സജീവൻ കുരിയച്ചിറ. തോൽവിയുടെ പേരിൽ സംഘർഷമുണ്ടാക്കരുതെന്ന് കെ മുരളീധരൻ. ലഹരി വസ്തുക്കൾക്കെതിരെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. സംസ്ഥാനത്ത് സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം വെല്ലുവിളി ഉയർത്തുന്നുവെന്നും മന്ത്രി. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് നിലവിൽ വരും. 52 ദിവസം നീണ്ടുനിൽക്കുന്ന ട്രോളിംഗ് നിരോധനം പൂർത്തിയാക്കുക ജൂലൈ 31-ന് അർദ്ധരാത്രി. ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രിക മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട കാർ നിന്നത് വൈദ്യുതി തൂണിലിടിച്ചു. മരത്താക്കര മണ്ണാവ് സ്വകാര്യ വ്യക്തിയുടെ പാടം ആശുപത്രി മാലിന്യം ഉപയോഗിച്ച് നികത്താനുള്ള ശ്രമം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. പാടം നികത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.